മക്കളെ, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗുഡ് സേ പ്യാർ എന്ന ചാപ്റ്ററിൻ്റെ ടെസ്റ്റാണ് നോക്കുന്നത്. യൂണിറ്റ് ടെസ്റ്റ്. ജോഡേ ആർ വാക്യ ലിഖേം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചെയ്തതാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത കാര്യമാണിത്. ഓർക്കുന്നില്ലേ? ആ 3 സെൻറ്റൻസ് ആണ് ഇവിടേക്ക് എഴുതേണ്ടത്. അപ്പോൾ സൂരജ് ദുനിയാക്കോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത കാര്യമാണിത് അല്ലേ. സൂരജ് ദുനിയാക്കോ എന്താ നൽകുന്നത്? സൂര്യൻ ദുനിയാവിന് ഊർജ അല്ലേ, ഊർജ ദേത്താഹേ, അങ്ങനെ എഴുതാം. അടുത്തത് പേട് ദുനിയാക്കോ ഫൂൽ ദേത്താഹേ അല്ലെ, രണ്ടാമത്തത് ഫൂൽ. ദുനിയാക്കോ എന്താണ്? ഫൂൽ ദേത്താഹേ. മൂന്നാമത്തത് എന്താണ്? ബാദൽ, ബാദൽ ദുനിയാക്കോ പാനി ദേത്താഹേ അല്ലെ, ബാദൽ ദുനിയാക്കോ എന്താണ്? പാനി ദേത്താഹേ. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്തതാണ്, അതൊന്ന് ഓർഡർ ആക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാം. ഇനി അടുത്തത് പൂരാ കരേം എന്നാണ്, പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇവിടെ രാ എന്ന് തന്നിട്ടുണ്ട്, ഇതിലേതാണ് അതിന് യോജിക്കുന്നത്? പ്യാ അല്ലേ, പ്യാർ. എന്താണ്? പ്യാർ. അടുത്തത് രക്ത് എന്നാണ് തന്നത്, അപ്പം എന്താ? ദരക്ത് അല്ലേ, ദരക്ത് അപ്പനെ ഫൂലോം സേ. ദരക്ത് പറഞ്ഞെന്താ? പേട്. അടുത്തത് ഇവിടെ ഏതോ ഒരക്ഷരം വിട്ടു പോയിട്ടുണ്ട്, ദൂ കഴിഞ്ഞിട്ട് നീ അല്ലേ, അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. ദൂ നീ യാ, ദുനിയ. അവിടെ യാന്നുണ്ട്. ദൂ നീ യാ, ദുനിയ. അടുത്തത് ദാ മാത്രമേ തന്നിട്ടുള്ളൂ, കു ഉണ്ട്, കുത് ലുത് ഗുദ്. ഏതാ ശരി? ഗുദാണ് ശരി അല്ലേ, ഗുദ് സ്വയം, ഗു ഗുദ്. അടുത്തത് ആക്ക് ആഗ് ആഗ്, ഏതാണ് ശരി? ഇതാണ് ശരി, ആഗ് അഗ്നി, ആഗ് അഗ്നി. ഇനി അടുത്തത് നോക്കാം, സമാനാർത്ഥ ശബ്ദലിക്ക്, സമാനാർത്ഥ ശബ്ദം എഴുതാനാണ് പറഞ്ഞത്. സമാനാർത്ഥ പറഞ്ഞ ഒരേ അർത്ഥം വരുന്നത്. പേട് പറഞ്ഞ മരമാണ്, അതുപോലെ തന്നെ നമ്മൾ കവിതയിൽ മരം എന്നർത്ഥം വരുന്ന വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ദരക്ത് അല്ലേ, ദരക്ത്. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് അവിടെ ഉണ്ട്, ദരക്ത്, ദരക്ത്. ഇവിടെ ദരക്തിന് എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. രാ, പിന്നെ ഈ ഇത് വേണ്ട, രാ മതി. ദരക്ത്. അഗ്നി, അഗ്നി എന്താണ്? ആഗ്, ആഗ് അല്ലേ. എന്താണ്? അഗ്നി, ആഗ്. ഇത് അവിടെ ഉണ്ട്, ആയും പിന്നെ ഈ ഗായും കൂടെ നമ്മൾ ചേർത്ത് എഴുതൂലേ, ആഗ്, ആഗ് അഗ്നി. ഇനി കവിതാംശ പാടെ പ്രശ്നമൊക്കെ ഉത്തരലേഖയും, കവിതാ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഈ ആശയവാലി പങ്ക്തി ചുൻകറിലേഖയും, ഈ ആശയം വരുന്ന വരി തിരഞ്ഞെടുത്ത് എഴുതുക. കവിത വായിച്ചതിന് ശേഷം ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കുക, ഈ ആശയം വരുന്ന വരി തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. മേഘ് അപ്പനെ പാനി സേ പ്യാർ കരേ ഓർ പ്രകൃതിക്ക് പ്യാസ് ബുജായേ. മേഘം സ്വന്തം വെള്ളത്തെ സ്നേഹിക്കുകയും ആ വെള്ളം ഉപയോഗിച്ച് പ്രകൃതിയുടെ ദാഹം അകറ്റുകയും ചെയ്യുന്നു എന്നർത്ഥം വരുന്ന വരികൾ ഏതാണ്? പ്യാസ് ബുജായേ എന്നുള്ള വരി ഉണ്ടാവൂലേ. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേക്ക് ബഹു ദേ സകേ ജൽ ദുനിയാ കോബി. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മേഘ് അപ്പനെ പാനി സേ, മേഘ് പറഞ്ഞ ബാദൽ, ബാദൽ. അപ്പനെ ജൽ, ജൽ എന്നാണ് കേട്ടോ, ജാൽ എന്നല്ലേ. അപ്പനെ ജൽ സേ സ്വന്തം വെള്ളം കൊണ്ടതാണ് ഇവിടെ പറഞ്ഞത്. മേഘ് അപ്പനെ പാനി സേ പ്യാർ കരേ, ഇത്തനാ പ്യാർ കരേ ബഹു ദേ സകേ ജൽ ദുനിയാ കോബി. കവിതാംശിക്ക ആശയ ലിഖേം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഗുഡ് സേ പ്യാർ എന്ന കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശയം എഴുതുമ്പോൾ കവിതയുടെ പേരെന്താണെന്നും കവിയുടെ പേരെന്താണെന്നും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിൻ്റെ ആശയം വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ഗുഡ് സേ പ്യാർ എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ക്ലാസ് എല്ലാം നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദി വിന്നറിൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ പോയാൽ അതെടുത്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ കവിതയുടെ ആശയം
നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചതുണ്ടെങ്കിൽ അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് വരുന്ന അതേ മോഡൽ ക്വസ്റ്റ്യൻ, എക്സാമിന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ്റെ അതേ രൂപത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം.